ഫ്ലാഷ് ബാക്ക്. മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. ഒരു പൈസ പോലും കയ്യിൽ നിന്നെടുക്കാതെ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുമോ? പറ്റില്ല ബൈ, ബട്ട് ഐ ക്യാൻ. മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് ₹1 എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ള പറവ ഫിലിംസ് ഉടമകൾക്കെതിരായ വഞ്ചന കേസിലാണ് കണ്ടെത്തൽ. ഇത് തീക്കളിയാണ്. ഞാനിപ്പോ കേന്ദ്ര ധനമന്ത്രിയെ വിളിക്കും. പുറത്ത് പോലീസുണ്ട്. 28,35,00,000 രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് 4 ആൾ അറിയണം. 250 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ചെലവായത് 18.65 കോടി രൂപ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള മുറികളൊക്കെ റെയ്ഡ് ചെയ്യൂ. മുകളിൽ ഒന്നുമില്ല. എവിടെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒരറ്റം മാത്രമാണ് സൗബിന്റെ നേതൃത്വത്തിൽ നടന്നതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിൽ ബിസിനസ് ചെയ്യുന്ന സിറാജ് ഹമീദാണ് കെണിയിൽ വീണുപോയത്. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. പലപ്പോഴായി 7 കോടി രൂപ സൗബിനും സംഘത്തിനും കൊടുത്തിട്ടുണ്ട്. ഈ 7 കോടി രൂപ പോലും തിരിച്ചു കൊടുത്തില്ല. സിനിമയ്ക്ക് 22 കോടിയിലധികം നിർമ്മാണ ചെലവായി എന്ന് പറയുന്നു. എന്നാൽ രേഖകൾ തെളിയിക്കുന്നത് 18 കോടി മിച്ചമേ ആയുള്ളെന്ന്, GST അടക്കം. സൗബിനും ഷോൺ ആന്റണിയും ചേർന്ന് പറവ എന്ന പേരിൽ ഈ പാവപ്പെട്ട സിറാജിനെ പറ്റിച്ചുവെന്ന്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. സൗബിനെയും ഷോണിനെയും പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് എടുത്ത ജാമ്യമില്ലാ വകുപ്പിലെ അറസ്റ്റ് വാറന്റ് ഉണ്ടായേക്കാം. സൗബിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പറവയുടെ ബാങ്ക് അക്കൗണ്ടുകളും ഏതു നിമിഷവും മരവിപ്പിക്കപ്പെടാം. എന്റെ പണി പോലെ ഇരിക്കുന്നത്. സൗബിനും സംഘവും ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ പണവും ഒരുപക്ഷെ ED കണ്ടുകെട്ടിയെന്ന് വരാം. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാം. സൗബിനും ബാബുവിനും നോട്ടീസ് അയച്ചു ED. പക്ഷെ അവർ ഗവനിക്കുന്നില്ല, പോകുന്നില്ല. ED വീണ്ടും നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ പോയി പൊക്കും. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.